നല്ല തണുപ്പ്. അല്ല അവിടെ നോക്കുമ്പോഴേ ഇവിടെ 33 കാണിച്ചത്. ഇതെന്താ ഇത്? ലാസ്റ്റ് നമുക്ക് എയർപോർട്ടിന്റെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റി. പണ്ട് നമ്മളോട് ഉണ്ടായിരുന്ന സമയത്ത് മെട്രോ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മെട്രോ തുടങ്ങി. ഇത് എയർപോർട്ട് ബസ്സിന്റെ കേട്ടത്. ഇതില് ഹാങ്കോർ റെയിൽവേ സ്റ്റേഷൻ എന്താ 12 രൂപ. ഇത് ബസ്സിന്റെ ആണ്. മെട്രോ ഒക്കെ അത്ര ആവില്ല. മെട്രോ 5 രൂപനോ എന്തോ ആവുള്ളൂ. എല്ലാരും ചത്തുകളും. നമ്മള് ചേഞ്ചൊക്കെ എടുത്തിട്ട് ചേഞ്ച് ചെയ്താലാണ് മെട്രോന്റെ ടിക്കറ്റ് കൗണ്ടറിൽ വർക്ക് ചെയ്യുള്ളൂ. 100 രൂപ ഇടാൻ പറ്റില്ല. 20 യാന്, 10 യാന്, 5 യാൻ. നേരെ ഹാൻകോർ റെയിൽവേ സ്റ്റേഷൻ 7 അല്ലേ? ഇത് നമ്മളെ മറ്റേ ഗോങ്ജോ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട പവർ ബാങ്ക് സ്റ്റേഷൻസിന്റെ 2 ഡിഫറെന്റ് കമ്പനികളുടെ പവർ ബാങ്ക് സ്റ്റേഷൻസ് ആണ്. ഒരു ബെഡ് ഒന്ന് കാണാൻ എപ്പോഴും പറ്റാം. അവസ്ഥകൾ പറഞ്ഞേ അല്ല അല്ല ഉഷാറാണ്, സംഭവം ഉഷാറാണ്. ലൈനുകളോ എത്ര നോക്ക് പാലങ്ങളോ. ചിരി 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 വുഹാൻ കണ്ടതിന്റെ ചിരി. അപ്പോൾ നമ്മളെ കോളേജിൽ പഠിച്ച ഒരു ജൂനിയർ ഉണ്ട്, ജാസിർ. അവൻ്റെ കുറച്ച് സാധനങ്ങൾ നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ അത് കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ 2 ആൾക്കാരെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വന്നവരാണ് ഇവർ. അപ്പോൾ ആക്ച്വലി നമുക്ക് ഇവിടുന്ന് 2 മണിക്കൂർ കൊണ്ട് ബുള്ളറ്റ് ട്രെയിൻ കയറിയാൽ നമ്മളെ കോളേജിൽ എത്താം. അത് നമ്മൾ തിരിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചൊങ്ഷിങ്ങിൽ പോയി, ചൊങ്ഷിങ്ങിൽ നിന്ന് സാനിയ പോയി, സാനിയയിൽ നിന്ന് തിരിച്ച് വുഹാൻ എയർപോർട്ടിൽ നമ്മൾ വരും. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ കോളേജിൽ പോയി, പിന്നെ കോളേജിൽ നിന്ന് തിരിച്ച് വുഹാൻ വന്നിട്ട് വുഹാനിൽ നിന്നാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ. അപ്പോൾ ഇവിടെ സമയം 8:15. നമുക്ക് 9:15 ചൊങ്ഷിങ്ങിലേക്കുള്ള ബുള്ളറ്റ്. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി നേരെ ദിസ് ഈസ് ദ ഹാൻകോർ റെയിൽവേ സ്റ്റേഷൻ ആഫ്റ്റർ എ ലോങ് ടൈം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഹാൻകോർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഫൈനലി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റി. ടിക്കറ്റ് ഓഫീസിലേക്കാണ് പോകുന്നത്. നമ്മൾ trip.com നമ്മൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ടിക്കറ്റ് ഓഫീസിൽ വന്നിട്ട് പാസ്പോർട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഫിസിക്കൽ ടിക്കറ്റ് തരും. അവിടെ ക്യൂ ഉണ്ടാവും. അങ്ങനെ ടിക്കറ്റ്സ് കിട്ടി. ചൈനയിലെ ഹൈ സ്പീഡ് റെയിൽവേ സ്റ്റേഷനുകളെല്ലാം എയർപോർട്ടിലെ പോലെ തന്നെ നമ്മൾ ടിക്കറ്റ് ആദ്യം ചെക്ക് ചെയ്ത് അകത്ത് കയറി, പിന്നെ ബാഗേജ് സ്ക്രീനിങ് കഴിഞ്ഞ് ബോഡി ചെക്കിങ് കഴിഞ്ഞിട്ട് മാത്രമേ അകത്തോട്ട് കയറ്റി വിടുള്ളൂ. അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. അല്ല, പോലീസും സെക്യൂരിറ്റി ഒക്കെ ഫുൾ ഹെവിയാണ്. അങ്ങോട്ട് മുകളിലോട്ട് കയറിപ്പോയിട്ടാണ് നമ്മൾ ട്രെയിനിലോട്ട് പോകേണ്ടത്. ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട് അല്ല. നമ്മൾ ട്രെയിനിൻ്റെ വെയിറ്റിംഗ് ഏരിയയിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവിധ ഫാസ്റ്റ് ഫുഡ് ചെയിനുകളും അതുപോലെ മറ്റ് ഷോപ്പുകളും സൂപ്പർ മാർക്കറ്റുകളും എല്ലാ സൗകര്യങ്ങളും അവൈലബിൾ ആണ്. ഇവിടെ എല്ലാം നല്ല ട്രെയിൻ ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നമ്മൾ ഏത് ഗേറ്റ് ആണെന്ന് നോക്കിയിട്ട് വേണം പോകാൻ. നമ്മളെ എയർപോർട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ഗേറ്റ് നമ്പർ ഉണ്ട്. ആ ഗേറ്റ് നമ്പറിൽ പോയി ക്യൂ നിൽക്കണം. അപ്പോൾ ട്രെയിൻ വരുന്നതിന് തൊട്ട് മുന്നേ അവർ ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോവുക ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗേറ്റ് നമ്പർ ഉണ്ട്. B2, B3, B4, B5, അതുപോലെ ഈ സൈഡിൽ നോക്കിയാൽ A7, A6, A2, A3 അങ്ങനെയൊക്കെ കാണാം. അപ്പം ഇതിനകത്ത് നമ്മൾ ട്രെയിന് ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ അടിയിൽ നിൽക്കുക ബോഗി നമ്പർ അനുസരിച്ച്. ഇപ്പം നമ്മുടെ കാരേജ് എന്ന് പറഞ്ഞാൽ ബോഗി നമ്പർ എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇപ്പം D619 1 മുതൽ 16 വരെ ഉള്ളതാണ് ഈ ആ സൈഡിൽ കൂടെ പോകേണ്ടത്. അതിനുശേഷമുള്ളത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വേണം കയറാനായിട്ട്. റെസ്റ്റ് റൂംസ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ലാസ്റ്റ് പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നതിന് മുന്നുള്ള ചെക്കിംഗ് ആണിത്. ഓട്ടോമാറ്റിക് ചെക്കിംഗ് ആണ്. നമ്മൾ ഫോറിനേഴ്സ് ആയതുകൊണ്ട് ഇവിടെ കാണിച്ചിട്ട്
ഒന്ന് കയറി. ഓൾറെഡി ഒരു ബുള്ളറ്റ് ഇവിടെ ഉണ്ട്. നമ്മുടെ അവിടെ ആ ബോർഡിനകത്ത് എഴുതിയിട്ടുണ്ടാവും എവിടെയാണ് വരിക, ഏത് സൈഡിലേക്കാണ് ട്രെയിൻ വരിക എന്നുള്ളത്. അപ്പൊ അവിടെ ചെന്ന് നിന്നാൽ മതി. നമ്മുടെ ബോഗിയുടെ നമ്പർ താഴെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. ഓരോ ബോഗിയിൽ കയറേണ്ട ആൾക്കാരും വരിവരിക്ക് ക്യൂ നിൽക്കുന്ന നോക്കി എന്ത് സിമ്പിൾ പരിപാടിയാണ്. നമ്മളെ നാട്ടിലാണെങ്കിൽ തിക്കി തിരക്കി അടി ഉണ്ടാക്കിയാൽ കുറെ എണ്ണ റെയിൽവേ ട്രാക്കിലും വീണിട്ട് കയ്യും കാലും പോകും. വേണ്ട ഓരോരുത്തർ ക്യൂ നിൽക്കണ്ട. ഭവനായി ആ അതെ. കറക്റ്റ് 8ാമത്തെ ബോഗി ഇവിടെ വന്ന് നിർത്തി. B8. ഇതാണ് പിന്നെ സെക്കൻഡ് ക്ലാസ്. നമ്മൾ സെക്കൻഡ് ക്ലാസ്സിലാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സൗകര്യം ഉണ്ട്. ഇതാ ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ ഒക്കെ എടുക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ ബാത്റൂംസ് ഞാൻ കാണിച്ചു തരാം. ഇത് ഇന്ത്യൻ ക്ലോസറ്റ് ആണ്, ഇന്ത്യൻ ടൈപ്പാണ്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്. ഹലോ, ഇത് വീൽ ചെയറും വലിയ ആളുകൾക്ക് വയ്യാത്ത ആളുകൾക്കുള്ള ടോയ്ലറ്റാണ്. ഇവിടെ ഇങ്ങനെ പിടിക്കാനുള്ള ഹാൻഡ് റെയിലൊക്കെ ഉണ്ട്. കുറച്ച് വയസ്സായ ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ ഇവിടെ ബേബി ഡയപ്പർ ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഇതുണ്ട്. ട്രെയിനിൻ്റെ ഡോറ് അടക്കുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഡോറ് ക്ലോസ് ആയി. സാധാ ടോയ്ലറ്റ് ഇതെങ്ങനെ ഇതിങ്ങനെ പുള്ളി ചെയ്യാണ് കേട്ടോ. പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ടോയ്ലറ്റ്. നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഒക്കെ ടോയ്ലറ്റ് പോലെ തന്നെയാണ്. പിന്നെ ഇത് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ് കുറച്ചും കൂടെ സൗകര്യമുള്ള സീറ്റുകളാണ്. കണ്ട കാലൊക്കെ നീട്ടി വെച്ചിരിക്കുന്നുണ്ട. അവിടുന്ന് ഇങ്ങനെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ സീറ്റുകൾ കുറച്ചുകൂടി. ഹലോ ഹായ് 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 നിഹ ഇതാണ്. ഇവിടെ ഇങ്ങനെ ലഗേജ് സ്റ്റോറേജ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിന് പുറമെ മുകളിൽ ചെറിയ ലഗേജസ് മുകളിലോട്ടാണ്. സെക്യൂരിറ്റി ഓഫീസേഴ്സും പോകുന്ന ആള് സെക്യൂരിറ്റിയാണ്. ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇതില് ഒരു ബിസിനസ് ക്ലാസ് മോഡുണ്ട്. അത് ഫ്ലൈറ്റിലെ ബിസിനസ് ക്ലാസ്സിനൊക്കെ കടത്തി വിട്ടു. എൻ്റെ ഒരു വ്ളോഗ് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഇതിൽ കൊടുക്കാം. അത്ഭുതം നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് അതിന്റെ സത്യം. ഓരോ തവണ വരുമ്പോഴും പുതിയ പുതിയ സിറ്റികളാണ് പണിതുകൊണ്ടിരിക്കുന്നത്. നമുക്കിനിയിപ്പം 7 മണിക്കൂറുണ്ട് ജോങ്ഷനിലേക്ക്. യാത്രകളിൽ നിന്നും യാത്രകളിലേക്ക്. ഫ്ലൈറ്റ് കയറുന്നു, വീണ്ടും ഫ്ലൈറ്റ് കയറുന്നു, എയർപോർട്ടിൽ പോസ്റ്റ് അടിക്കുന്നു, റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു, ട്രെയിൻ കയറുന്നു. ഇനി 7 മണിക്കൂർ. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ യഥാർത്ഥ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് തന്നെ 5 ദിവസത്തേക്കുള്ള വ്ളോഗുണ്ട്. അതെ. ഒരു എന്നാ പറയുന്ന ഒരു ജനതയായിട്ട് ഒരു കമ്പാരിസണും നിൽക്കാതെ അവരവരുടെ സ്വന്തം വിൽ പവറിൽ പണിതുയർത്തി അൺബിലീവബിളി. മറ്റൊരു കാര്യം എന്താ പറയുക, ഇവിടെ ഈ തമ്മിലടിപ്പിക്കാൻ മതവും ജാതിയും രാഷ്ട്രീയമൊന്നുമില്ല. നാട്ടിലേ കാപ്പിയേ എന്ന് പറഞ്ഞു വരുന്ന സാധനം ഇവിടെ വരണോക്ക് എല്ലാ സാധനവും ഉണ്ടായി. ഇപ്പോഴേ ആള് സ്പീഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവനെ ഇപ്പോഴും ഇങ്ങനെ നൈസായിട്ട് പതുക്കെ പതുക്കെ തുടങ്ങി. അതാ കാണിക്കുന്നത്. സ്പീഡ് 154 ആയി. നമ്മുടെ നാട്ടിലേ ചില ട്രെയിനൊക്കെ പോകണ എപ്പോഴും എത്ര 39 കിലോമീറ്റർ സ്പീഡ്. അതാണ് അവസ്ഥ. അതുകൊണ്ട് എന്താ ഇവിടെ പുരോഗമനം ഉണ്ട്.
നാട്ടിൽ പൊരുത്തം പുരോഗമിക്കണം എന്ന് വിചാരിച്ചിട്ട് സ്ഥലത്തേക്ക് ഇറങ്ങി തിരിച്ചാലും എത്ര ടൈം എടുക്കും. ഈ ചൈനക്കാരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ തീറ്റോട് തീറ്റ കണ്ട കോഴിക്കാലാണ് കടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മറ്റേ കോഴിയുടെ നഖമൊക്കെ ഉള്ള ഭാഗം വരെ അതിനകത്തുണ്ടാവും. ഈ കവറില്ലേ, ഫ്രണ്ടിലിരിക്കുന്ന കവറ്, അതിനകത്ത് ഫുള്ള് സ്നാക്സ് ആയിരിക്കും. ഈ ട്രെയിൻ അങ്ങോട്ട് തുടങ്ങി ട്രെയിൻ അവസാനിക്കണ വരെ ഇരുന്ന് തീറ്റയാണ് വരെ പഠിക്കുന്നത്. പാസ്പോർട്ട് ടിക്കറ്റ് ചെക്കറാണ്. ചൈനീസ് നാഷണൽ കാർഡാണത്. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാലേ നാച്ചുറൽ ബ്യൂട്ടി മീറ്റ്സ് ടെക്നോളജി. നമ്മൾ തുരങ്കത്തിനകത്തോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു തുരങ്കം കഴിയും, ഒരു ചെറിയൊരു ഗ്യാപ്പ് വരും, അപ്പം നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെയും അടുത്ത തുരങ്കം വരും. ഇങ്ങനെ എത്ര തുരങ്കങ്ങളായെന്ന് അറിയാം. അതുകൊണ്ടോ ഇനി അടുത്ത തുരങ്കത്തിൽ കയറി കണ്ട, ഇതെല്ലാം പാറ തുറന്ന് പൊട്ടിച്ച് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ്. എന്താണ് അവസ്ഥ പറഞ്ഞ? ഇതൊക്കെയാണ് ചൈനയിലെ വളരെ ലോക്കലായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന സ്ഥലങ്ങളാണത്. ചൊങ്ചിങ് അടുക്കാറായപ്പോഴേക്കും നമ്മൾ സിറ്റിയുടെ പല ഭാഗങ്ങളൊക്കെ കണ്ടു തുടങ്ങി, ഗ്രാമപ്രദേശങ്ങളൊക്കെ വിട്ട്. അതുപോലെ നമ്മുടെ ട്രെയിന് D619 ആയിരുന്നു, അതായത് ഡി ട്രെയിനാണ്. അപ്പോൾ ഡി ട്രെയിന് ഒരു 200 കിലോമീറ്റർ താഴെ സ്പീഡിൽ മാത്രമേ യാത്ര ചെയ്യുള്ളൂ. ഇവിടെ ജി ട്രെയിനും ഉണ്ട്, ബുള്ളറ്റ് ട്രെയിനിൽ തന്നെ. അത് നമ്മളിവിടെ പോയിട്ടുള്ളത് ഏറ്റവും കൂടിയ സ്പീഡ് എന്ന് പറഞ്ഞാൽ 450 കിലോമീറ്റർ പെർ ഹവറിലൊക്കെയാണ് പോവല്. 11:30 എത്തേണ്ട നമ്മളിപ്പം എത്തിയിട്ടുള്ളത് വൈകിട്ട് 4:30. ട്രെയിൻ ഒന്ന് മാറ്റി പിടിച്ച് ഒരു ഏകദേശം 12,000 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു. എങ്കിലും നമുക്ക് എത്താൻ പറ്റി. കാരണം ഇവിടെ ചൈനയിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇഷ്ടം പോലെ ബുള്ളറ്റ് ട്രെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓപ്ഷൻസ്, എല്ലാ ഓപ്ഷൻസും, യാത്രക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആകെ ചൈനീസ് ന്യൂ ഇയറിന്റെ സമയത്തൊക്കെയാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുള്ളൂ. ഇവിടെ ഉണ്ടോ, ഇവിടെ വഴിയൊക്കെ കാണിച്ചേക്കുന്നത് ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്തിട്ടാണ്. അപ്പൊ എത്ര ദൂരത്തിന് വരികയാണെങ്കിൽ ഇപ്പം നമ്മൾ 2-3 പ്രോവിൻസ് മാറി ബുള്ളറ്റ് ട്രെയിനിൽ വന്നാലും ആ ടിക്കറ്റ് നമ്മൾ കയ്യിൽ വെക്കണം, എന്നാലാണ് നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ ചില സിറ്റീസിൽ പോയ എപ്പോഴും ചൈനക്കാർക്ക് ഭയങ്കര അത്ഭുതമാണ്. ഫോറിനേഴ്സിനെ കാണുമ്പോൾ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം. മെട്രോ ടിക്കറ്റ്സ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി വന്നപ്പോഴത്തേനും ഒരാൾ വന്നിട്ട് നമ്മളെ സഹായിക്കുകയാണ്. 3 ജനേ ഉള്ളൂ ഇവിടുന്ന് ടിക്കറ്റ്. നമുക്ക് കുറച്ച് സ്റ്റേഷൻസ് മാറിക്കാണാനൊക്കെ ഉണ്ട്. നമ്മൾ ഇതാണ് ഫ്ലൈറ്റിൽ വെച്ച സാധനം. ഫ്ലൈറ്റിൽ വെച്ച് എന്താണ് ഇതിന്റെ ഔട്ടർ കവറിങ്? അതൊരു ഇലയാണ് ഒരു ഇലയാണ് അത്. കോഴിക്കാലെ കണ്ടിട്ടാ. വെസ്റ്റിൻ ഹോട്ടൽ. നമ്മൾ യാങ്സിയുടെ തീരത്താണ് നിൽക്കുന്നത്. അപ്പൊ നമ്മള് ഇതിപ്പോ മെട്രോ സ്റ്റേഷൻ ഇന്റർചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഇവിടുത്തെ വ്യൂ കണ്ടപ്പോ നമ്മളൊന്ന് നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി. ഡെവലപ്ഡ് ആണ്, പഴയതാണ്, അതാണ് രസം. ക്ലൈമറ്റേ ഉഷാറ് ക്ലൈമറ്റ്. വേറെ ഒരു സ്ഥലത്തും വേണ്ട, 3 കൊണ്ട് എവിടെ വേണ്ട, നേരെ ചൈനയിലോട്ട് വിട്ടു. 22 ഡിഗ്രി.
ഫസ്റ്റ് തന്നെ ഫുഡിന്റെ എല്ലാം ഉണ്ട് കേട്ടാ. അല്ല അതിൽ ചൈനീസ് അഡ്രസ് ഇല്ലല്ലോ. അങ്ങനെ നമ്മള് ഫസ്റ്റ് ടാക്സിയിൽ കയറി നേരെ ഹോട്ടലിലേക്കുള്ള ഇതാണ്. ഇലക്ട്രിക് ആണ്, ഇത് ഇവിടുത്തെ ബ്രാൻഡ് ആട്ടോ. 10 യുവാനാണ് ഇവിടുത്തെ മിനിമം ചാർജ്, അതായത് 100 രൂപ. 120 ഇത് വലിയ ഇന്നോവ പോലത്തെ ടാക്സി ആട്ടോ. ആ സെയിം സാധനം ഇത് ഹാഫിൾ അല്ലേ? ഹാഫിൾ എന്നാണ് ഇതിന്റെ ബ്രാൻഡിന്റെ പേര്. മാപ്പിളാ കണ്ണും കാണുന്നില്ല റബ്ബേ. എല്ലാം എടുത്തില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ബിൽഡിംഗ് കേട്ടോ, ഹോട്ടലിന്റെ ബിൽഡിംഗ്. When you close the door, you should push this. ലോക്കാമൻ ലൈറ്റ് ഒന്നിട്ടെ. തങ്കേശ ഇവിടെ ഒക്കെ ഇതാണ് നമ്മുടെ ചോങ്ചിങ്ങിലെ റൂം. ഇത് ഇതുണ്ടോ എന്ത് സെറ്റപ്പ് റൂമാന്ന്. എന്നൊക്കെ അവിടെ ഒരു കിച്ചൺ ഉണ്ട്, അവിടെ ഒരു ചെറിയ വർക്ക് ഏരിയ പോലെ ഒരു സ്ഥലമുണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ഇതുപോലെ സോഫ. ഇത് ഫ്രഞ്ച് സ്റ്റൈൽ റൂമാണ്. ബാത്റൂമൊക്കെ ഇതാണ്ട ഇലക്ട്രിക് ക്ലോസറ്റ് ആണ്. അതുപോലെ ഇത് നമ്മുടെ മറ്റൊരു റൂം. പിന്നെ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് റൂം. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നമ്മുടെ ചോങ്ചിങ്ങിൻ്റെ കിഡിലൻ വ്യൂ. താഴെ ക്രൂസ് ഷിപ്പുകളൊക്കെ നിൽക്കുന്നുണ്ടോ ഗൈസ്. ചോങ്ചിങ്ങിൽ വന്നിട്ട് നമുക്ക് അടിപൊളി റൂമൊക്കെ കിട്ടി. പക്ഷേ ഇതിനകത്ത് ഈ ക്ലോസറ്റ് തുറക്കാൻ നമ്മൾ കുറേ കഷ്ടപ്പെട്ടു. ഇത് ഇലക്ട്രോണിക് ക്ലോസറ്റ് ആണ്. അതിൻ്റെ റിമോട്ട് ഇവിടെ ഉണ്ട്. ഇതുണ്ട ബാക്കിലേക്ക് വെള്ളം അടിക്കാനുള്ള എങ്ങനെ അടിക്കണം എന്ന് വരെ ഈ റിമോട്ടിൽ തീരുമാനിക്കാം. പിന്നെ ഇതാണ് ഓൺ ആക്കുന്നത്. ഇപ്പോൾ ഇത് ഓണാക്കി. ഇനി ഇത് തുറക്കണം എന്നുണ്ടെങ്കിൽ ഇത് വെച്ചാൽ കണ്ട തുറന്ന്. അതുപോലെ ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പാടും തുറക്കും. പിന്നെ ഇനി വെള്ളമൊക്കെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ സാധനം തുറന്ന് വെച്ചാൽ പിന്നെ വെള്ളം ഒഴിക്കാൻ പറ്റും. അതായത് ചൂടുവെള്ളമൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ മോനയ്ക്ക്. എന്തായാലും അടച്ചേക്കാം. ഇത് വല്ലാത്ത പുലിവാറാണല്ലോ മാൻ. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെയും ഇതും എന്തൊക്കെയാ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. നമ്മൾ ഇവിടെ റൂം കാണിച്ചപ്പോൾ കാണിക്കാൻ വിട്ടുപോയൊരു സാധനമുണ്ട്. ഇവിടെ ഉണ്ടാവും സിനിമ കാണാനായിട്ട് നമുക്ക് പ്രൊജക്ടറൊക്കെ ഉണ്ട്. അത് നമ്മൾ നേരെ ഇവിടേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് നമുക്ക് രാത്രി സിനിമയൊക്കെ കാണാൻ പറ്റും. ഓക്കെ, സോ ഗൈസ് നമ്മൾ ചോങ്ചിങ് എത്തി. നമ്മളെല്ലാവരും കുളിച്ച് റെഡിയായ റൂമിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങി ചോങ്ചിങ് ഒന്ന് നൈറ്റ് ലൈഫ് കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോങ്ങിയ കേവ് ആണ്. അതൊരു എനിക്ക് 9 മണിയൊക്കെ കഴിയുമ്പോൾ അത് ലൈറ്റ് ഓഫ് ആക്കും. അതിന് മുന്നേ പോയി കാണണം. വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം അത് മിസ്സാവും. ഇവിടെ മാപ്പ് ഉണ്ട്. അമ്മായി പറഞ്ഞു തന്നെ ഫുഡ് കഴിക്കാൻ നോക്കണത്. ഇവിടെ കൊറേ ഇത് തുതമാണ്. തുതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊട്ടാറ്റോ, സോസേജ്, കുറെ സാധനങ്ങളുണ്ട്. ലോട്ടസ് ഫ്രൂട്ട്സ്, കോഴിക്കാല് എല്ലാം ഉണ്ട്. ഒരു ചേനക്കാരൻ മുന്നിൽ നടന്ന് വഴി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കൂടെ കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് സിം ഇപ്പോൾ ശരിയായിട്ടില്ല. സിമ്മിന്റെ കട കണ്ടിട്ടില്ല. ഇപ്പൊ ഫോറിനേഴ്സ് നമ്മൾ സിം എടുക്കണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പം വലിയ വലിയ ബ്രാഞ്ചുകളിൽ പോയാൽ മാത്രമേ അവർ സിം വരുള്ളൂ ഫോറിനേഴ്സിന്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടാക്സി നമ്മൾ 5 പേര് ഒരു ടാക്സി കയറില്ല. വലിയ ടാക്സി മാത്രമേ കയറുള്ളൂ. വലിയ ടാക്സി കിട്ടാൻ പാടാ. ഇവിടെ കണ്ടോ ചേനക്കാരൻ ഡാൻസ് ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ ഒരു സൈറ്റ് സീയിങ് കേബിൾ കാറാണ്.
ടാക്സി 5 പേർക്ക് ഒരു ടാക്സി കിട്ടത്തില്ല. 2 ടാക്സി എടുത്താലേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് ഔട്ട് ആയി പോകും. ആരുടെ കയ്യിലും സിമ്മും ഫോണ് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ വൈഫൈ ഒരു സംവിധാനം അല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആള് മിസ്സായി പോകും. സൈഡിൽ കാണാൻ പോണ് ഗൈസ്. ഇവൻ നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു റാഫൽ സിറ്റി എന്ന് പറഞ്ഞ ഒരു മാളിന്റെ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. ചൈനയിലൊരു ഡ്രസ്സിങ് ബ്രാൻഡ് ആട്ടോ. നമ്മളെ റോൾസ് റോയ്സിന്റെ ഒക്കെ സ്റ്റാർ റൂഫ് പോലെ ഉള്ള സെറ്റ്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാര് മാറണം എന്നാ മാത്രമാണ് എന്നൊക്കെ നടക്കുള്ളൂ. എന്താ പോനയ്യേ? അമേസി സംഭവം ചങ്ങായി ഇപ്പൊ കൊണ്ടുപോയിട്ട് എവിടെ പോയി പോകുന്നു തോന്നുന്നു മിക്കവാറും. ആ എത്തി. അങ്ങനെ പുള്ളി വഴി കാണിച്ചു പോയിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് കാണാണ്ട് എന്തൊക്കെയോ കയറി വെക്കാം. ഇതാണ് മക്കളെ നമ്മൾ വിചാരിച്ച ചോങ്ചിങ് സിറ്റിയുടെ വ്യൂ. ഓ പൊളി. ചോങ്ചിങ് സിറ്റീസ് ഹെവൻ. ഈ ഒരു കൺസ്ട്രക്ഷന് 2100 ആയാൽ പോലും ഈ ഒരു ആസ്വദിക്കാൻ ഒരു രീതിക്കും ഡെവലപ്പ് ആവാത്താണ് ഏറ്റവും വലിയ കഷ്ടം. കേരളത്തിന്റെ കേന്ദ്രമാണ്. എത്ര പേർ ആൾക്കാരൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ. എന്താണ് ആളുകൾ ആസ്വദിക്കാൻ ആർമാദിക്കാണ് ഇവിടെ വന്നിട്ട്. ഇത് കോമഡി എന്താ പറയുക, ഇതൊക്കെ അവരുടെ നോർമൽ കാര്യങ്ങളാണ്. അത് രസം. അതാണ് ആക്ടിവിറ്റീസ് ഇത് വീഡിയോയിൽ കാണുമ്പോൾ പോലെ നമ്മൾ നേരിട്ട് കാണാനേ. വീഡിയോ ഒന്നും അല്ല. ആ മെട്രോയിൽ വരുമ്പോ നമുക്ക് ആ ദുങ്യ കേവിന്റെ വ്യൂ നന്നായിട്ട് കാണാൻ പറ്റും. ഇവിടെ ചൈനയിൽ കാണാൻ പറ്റാത്തൊരു സാധനം ഇവിടെ കാണാൻ പറ്റുന്ന സൂപ്പർ ബൈക്കുകളാണ്. പൊതുവെ നമ്മുടെ ഈ ചാനലൊന്നും പെട്രോൾ ബൈക്കുകൾ അലോഡ് തന്നെയല്ല. ഇവിടെ ഇഷ്ടംപോലെ സൂപ്പർ ബൈക്ക് ഉണ്ട്. ഇതാണ് നമ്മുടെ ഹൊങ്യ കേവ്. മോളിൽ കൂടെ മെട്രോ പോകുന്നുണ്ട്. സൗണ്ട്. ഇതാണ് നമ്മുടെ ചോങ്ചിങ്ങിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഹൊങ്യ ഡോങ് കേവ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയാ പഴയ ചൈനീസ് ആർക്കിടെക്ചർ. അതിന്റെ പുറകിലാണെങ്കിൽ നമ്മുടെ വലിയ വലിയ ഹോട്ടൽസും സ്കൈ സ്ക്രാപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിന്റെ നല്ല വ്യൂ ഇറങ്ങി നമ്മൾ മെട്രോയില് വരുമ്പോ കറക്റ്റ് വ്യൂ ആയിട്ട് കിട്ടും. ദൂരത്തുള്ള വ്യൂ. ഈ പാലത്തിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് നമ്മള് ആ ഒരു സൈഡ് നിന്നിട്ടാണെങ്കിൽ നല്ല വ്യൂ. ഈ മെട്രോ റെയിൽ പോകുന്നതിന്റെ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ കിട്ടും. മൊത്തം ചോങ്ചിങ് സിറ്റിയുടെ. ഗൈസ് നമ്മൾ ഇവിടെ ചോങ്ചിങ്ങിൽ വന്നപ്പോ നമുക്കൊരു പയ്യനെ കിട്ടി. ഇവന് ഫ്രം ആക്ച്വലി തായ്വാൻ എന്നാണ്. പക്ഷെ ഇവന് ഹിന്ദി അറിയാം. അതാണ് ഇവന്റെ പ്രത്യേകത. यू नो हिंदी राइट? हाँ सही. बात करो हिंदी में, कुछ बात करो. नमस्कार, मेरा नाम रायन है. अभी क्या कर रहे हो? मैं अभी चोंगचिंग आकर विजिटिंग आ रही है. ओके. अभी आप ताइवान में रह रहे हो? हाँ. आप हिंदी क्यों सीखा? क्योंकि पहले से तो मेरा मम्मा के बिजनेस के बारे में तो अच्छा, मेरा हाँ. मम्मा न्यू दिल्ली में थे तो हाँ. मैं भी वहाँ जाया था. अच्छा न्यू दिल्ली में थे. ओके. So nice meeting you. Your name is Ryan? हाँ सही. Ryan का. നമ്മുടെ ചൈനക്കാരൻ നമ്മളോട് യാത്രയല്ല. ചൈനക്കാരനല്ല, ഹിന്ദിക്കാരൻ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എന്തൊക്കെയാ കണ്ടോക്ക. ഹായ് എന്ന് പറയടാ പൊട്ടാ. ഇവിടെ ആരാധകർ കൂടുന്നുണ്ട്. നമുക്കൊക്കെ ഇങ്ങനെ ഒരു നാടുണ്ടെങ്കിൽ, അല്ല അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നമ്മളിങ്ങനെ കറങ്ങി അടിച്ച് നടക്കുമല്ലേ എല്ലാ ദിവസവും രാത്രി. ഒരു റീൽ ആക്കി തരാം. ഇത് ഇന്നിപ്പോ ഇവിടെ ഇതാണ് വീക്കെൻഡ് ആണ്. അത് കാരണം കൊണ്ട് ഒരുപാട് ആളുകളുണ്ട്, ഫോറിനേഴ്സ് ഉണ്ട്. ലാസ്റ്റ് ടൈം ഞാനിവിടെ വന്നപ്പോ ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. മാത്രമല്ല കുറച്ച് ലേറ്റ് ആയിരുന്നു എത്താൻ. അപ്പം
ആളുകളൊക്കെ കുറച്ച് കുറവായിരുന്നു. ഇവിടെ ഫുൾ ഫ്രീ ആയിരുന്നു. ആക്ച്വലി ഞാനും വേറെ 1-2 പേര് മാത്രമായിരുന്നു ഈ ഒരു ഫുൾ സ്ട്രീറ്റിൽ ഉണ്ടായിരുന്നത്. ആള് ഭയങ്കര ചൂടാണ് തോന്നുന്നത്. ഇയാളെ ഇരുത്തി ഇയാളെ പിടിച്ച് ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഫോട്ടോയിൽ കാണുന്നല്ല കേട്ടോ, ഇവിടെ വന്നിട്ട് അതിന്റെ ഒരു ഫീലിംഗ് ആണ്. മെജോറിറ്റി ഓഫ് ദി വേൾഡ് ഇപ്പോഴും ചൈന എന്തുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഭാഷയായിരിക്കും പ്രധാന പ്രശ്നം. യാത്രയും ഭാഷ അറിയാതെ യാത്ര ചെയ്യാന്ന് പറയുന്നത് അതെ അതെ നമ്മളെ കൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ ഭയങ്കര പാടാണ്. മുതലാണ് 100%. ഇവിടെ കണ്ട വേറെ സംഭവം സൂപ്പർ ബൈക്ക് ടാക്സി കണ്ടോ. BMW RR 1000 RR ടാക്സി. അവര് നമ്മളിങ്ങനെ കൊണ്ടുപോകും കണ്ടോ. ഇവിടൊക്കെ സൂപ്പർ ബൈക്കുകളാണ്. ഇവിടെ കയ്യിലൊരു ബൈക്കുണ്ട്. ഹായ് ഉണ്ടോ. ഇതൊക്കെ ഡുക്കാറ്റിയുടെ കോപ്പി ഒക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും സൂപ്പർ ബൈക്കിന്റെ സംസ്ഥാന സമ്മേളനം. ഇതൊക്കെ QJ മോട്ടോ ഒക്കെയാണ്, പക്ഷെ ഡുക്കാറ്റിയുടെ കോപ്പിയാണ്. ഇപ്പോഴാണ് ചൈനയുടെ യഥാർത്ഥത്തിലുള്ള സാധനങ്ങൾ വന്നത്. പുഴു ദോശ സാൻഷ്. ഇത് 30 യാൻ, ഇത് പുഴു 30 യാൻ, ഇത് 20 യാൻ, ഇത് 20 യാൻ. ചികാശ് പാമ്പ് ഇത് 30 യാൻ, പാമ്പ് 30 യാൻ. ഇവിടെ ഒരു സുന്ദരി കുട്ടി ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ വേറെ ഒരുത്തിന് ഇതാ ഇവിടെ. ഹായ്. ഇവിടൊക്കെ ആളുകൾ ഇങ്ങനെ ഓരോ ചൈനീസ് ട്രഡീഷണൽ ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കണം. ചൈനീസ് ട്രഡീഷണൽ ഡ്രസ്സുകൾ വാടകയ്ക്ക് എടുത്തിട്ട് അവര് ഫോട്ടോ എടുപ്പിക്കണം. തേങ്ങയുടെ പ്രൈസ് എത്ര വെച്ചാൽ 35 350 രൂപയുള്ളൂ തേങ്ങക്ക്. ഇത് ഇവിടുത്തെ ഹോട്ട് പോട്ടിൽ ഇടുന്ന മസാലയാണിത്. ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ ആ വെള്ളത്തില് ഇതിട്ടിട്ട് അതിന്റെ കൂടെ ചിക്കനും മട്ടനും ഇവർക്ക് ഇഷ്ടമുള്ള സകലമാന മൃഗങ്ങളെയും പിടിച്ചിട്ടു അതിനകത്ത്. ഒന്നുമില്ല, വെള്ളാണ്. ബ്ലൂബെറി. ഓ ബ്ലൂബെറി ഫോർ ഐസ്. ബ്ലൂബെറി. എന്തൊക്കെയാണാവോ കഴിച്ചോണ്ടെന്നാലും വെള്ളം കുടിച്ച് ശേഷം ഷമേസ സിൽവർ 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 വളകളും കടകളൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്പാണ്. അതിന്റെ ഷോറൂം അവിടെ തന്നെ ഉണ്ട്. എന്തൊക്കെ തരം ബിസിനസ്സുകളാണെന്ന് അറിയാം. ഹലോ
可以来个试一下呀。 15 യുവാന് ചെവി ക്ലീൻ ആക്കി കൊടുക്കുന്നതായിരിക്കും. അത് ഇങ്ങനെ വിഷ്വലി കാണിച്ചിട്ട് ചെവി ക്ലീൻ ആക്കുന്ന പരിപാടിയാണ്. ഇവിടെ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് കാണുന്നത്. മടിലേ 150 രൂപ കൊടുത്തിട്ട് 15 രൂപ. ആ അതെ അതെ, ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. 150 രൂപ ചെവി കടത്തണ്ട പോരെ. ഈ ഹുനിയ കേവിന്റെ പുറകിലുള്ള ഒരു ബിൽഡിങ്ങിനകത്ത് 2-3 നിലകളിൽ ഒരുപാട് ഷോപ്പുകൾ, ഇങ്ങനെ ഡ്രസ്സുകൾ വാടക കൊടുക്കുന്നതിന്റെ അതുപോലെ മേക്കപ്പിന്റെ ഒക്കെ കടകളാണ്. ഇവിടുന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് അവർ താഴെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നത്. നമ്മളിവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ടാക്സി കിട്ടിയില്ല, പകരം ഒരു പ്രൈവറ്റ് വണ്ടി നിർത്തി തന്നു. അപ്പോൾ പക്ഷെ പുള്ളിയുടെ ഫേസ് എടുക്കാൻ ഭയങ്കര പേടിയാണ്, കാരണം കള്ള ടാക്സി ഇല്ലീഗൽ ആയതുകൊണ്ടാണ്. പിന്നെ പുള്ളിനോട് നമ്മൾ ഇവിടെ ഏറ്റവും നല്ല ഹോട്ട് പോട്ട്, ചോങ്ചിങ്ങിൽ ഏറ്റവും ഫേമസ് ഹോഗോ ഹോട്ട് പോട്ട് കിട്ടുന്ന സ്ഥലം ചോദിച്ചപ്പോൾ പുള്ളി കൊണ്ടുവന്ന് നിർത്തി തന്ന ഈ ഒരു സ്ഥലമാണ്. നമ്മൾ നേരത്തെ ടാക്സിയിൽ പോകുമ്പോൾ ഈ സ്ഥലം കണ്ടിരുന്നു. അപ്പോൾ ടാക്സി ഡ്രൈവർ പറഞ്ഞിരുന്നു ഇതാണ് ഏറ്റവും നല്ല ഹോട്ട് പോട്ട് കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ വലിയൊരു റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊന്നുമല്ല, ഇങ്ങനെ ഒരു മീഡിയം ലെവലിലുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. ഇതാണ് ഇവിടുത്തെ മെനു കേട്ടോ. അപ്പം എന്താ പറയുക, ഒരു മീഡിയം ലെവൽ റെസ്റ്റോറൻറ്റാണ്. പുറത്തേക്ക് സീറ്റിംഗ് ഒക്കെ ഉള്ള, പുറത്തിരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പം ഇതാണ് ഹോട്ട് പോട്ട്. അപ്പോൾ എല്ലാ ടേബിളിലും ഇതുപോലൊരു സ്റ്റൗ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഇവരുടെ ഈ മസാലയും അതുപോലെ ആ മുളകും എല്ലാം ഇട്ടിട്ടുള്ള ആ ഒരു വെള്ളം വെക്കും. നമ്മൾ ഈ മെനുവിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മാർക്ക് ചെയ്ത് തരും. ഓരോന്നോരോന്നായിട്ട് അവർ മാർക്ക് ചെയ്യും. എന്നിട്ട് അതായത് ഓരോരുത്തർക്കും ഓരോ മെനു ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചിട്ട് അവർ മാർക്ക് ചെയ്ത് കൊണ്ടുപോകും. എന്നിട്ട് അവർ കഴിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയപ്പോൾ ഒരു ചൈനക്കാരൻ അവൻ്റെ ഫോണിൽ അത് ഫോട്ടോ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മളെ സഹായിച്ചതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് എല്ലാം കൃത്യമായിട്ട് വായിക്കാൻ പറ്റി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ വന്നു. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ നമ്മൾ പറയാത്ത ഒരാൾ ഇതിനകത്തോട്ട് കയറി വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ പറഞ്ഞപ്പോൾ വന്നത് ചിക്കൻ്റെ കാലാണ്. അപ്പോൾ അത് വേണ്ടാന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് അവർ മാറ്റി വെച്ചു. മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആയിരുന്നു, പറഞ്ഞത് കൃത്യമായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കഴിക്കാണ്ട് പോയാൽ നമുക്ക് നഷ്ടമാണ്. അപ്പം കുറച്ച് എരിവ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ. അത് ബീഫാണ്. ഇത് ആൽഗെ, നൂഡിൽസ്, പിന്നെ ലെറ്റ്യൂസ്. ഇത് നമ്മുടെ ഒരു ഫേവറേറ്റ് സാധനമാണ് ചിഞ്ചങ്കു. പിന്നെ അത് ടോഫു, പിന്നെ ഇത് പൊട്ടാറ്റോ. പൊട്ടൻ്റെ കൂടെ കഴിക്കാനുള്ള സൈഡുകൾ എടുക്കുന്ന സ്ഥലമാണ്. ഈ സ്പ്രിംഗ് ഓണിയൻ, ഗാർലിക്കും ഓയിലും ചില്ലി സോസുകളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു നമുക്ക് ഇഷ്ടമുള്ള അത്ര നമുക്ക് സൈഡുകൾ എടുക്കാം. നമ്മൾ ഓരോന്നായിട്ട് ഈ ഹോട്ട് പോട്ട് തിളച്ച് വരുമ്പോൾ അതിലോട്ട് ഇടാം. ബീഫ് ആക്ച്വലി നമ്മൾ ഓർഡർ ചെയ്ത പോലെയല്ല, ഭയങ്കര തിന്നായിട്ടുള്ള ബീഫായിരുന്നു. ഏകദേശം എല്ലാം അങ്ങനെ റെഡി ആയി വന്നപ്പോൾ എല്ലാവരും നല്ല കഴിപ്പ് തുടങ്ങി. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഇരുന്നില്ല, ഭയങ്കര എരിവായിരുന്നു സാധനത്തിന്. അത് അതിൻ്റെ ഒരു കളർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം എരിവ് അതിനകത്ത് ഉണ്ടായിരുന്നു. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും ഇല്ലാണ്ട് ഒരിക്കലും ഇത് കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് കഴിക്കേണ്ടത്, ചൈനീസ് കഴിക്കേണ്ടത് ഇങ്ങനെയാണ്. പക്ഷെ എരിഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യന്റെ. ഇത് എരിവില്ലാത്ത നമ്മൾ പറഞ്ഞത്. അണ്ടകടാഹം കത്തിപ്പോന്നു. അല്ലേ, എരിവില്ലാത്ത പറഞ്ഞിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇവന്മാരൊക്കെ കഴിക്കുന്ന ഈ സാധനമൊക്കെ എന്തായിരിക്കും അവസ്ഥ? അങ്ങോട്ട് കേക്ക്, ഇതിൽ മുളക് കിടന്ന് തിളക്കം നോക്ക്. ഇവരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവർ ടാക്സി ഡ്രൈവേഴ്സാണ് എല്ലാവരും. അപ്പോൾ അവർ തന്നെ കഴിക്കുന്ന നോക്കി എന്ത് ലക്ഷറി ആയിട്ടാണ് കഴിക്കുന്നതെന്ന്. ഇത്രയും മുളകുള്ള സാധനത്തിൽ ഇട്ടിട്ട് കഴിച്ചിട്ടും എരിവ് പോരാന്നാ ഇവര് പറയുന്നത്. ഇവിടെ ആകെ ഇത്ര മുളക് ഇട്ടിട്ട് തന്നെ കണ്ണിന്ന് മൂക്കുന്നൊക്കെ വെള്ളം വന്നിട്ട് എന്നോട് പറഞ്ഞേ എല്ലാരും കിളി മാറിയിട്ട് ഇരിക്കല്. ഓനെ ഇത്രയും നമ്മൾ കഴിച്ചതിന്റെ ബില്ലായത് 204. 200 യാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 2000 മുകളിലായി. 2200 രൂപ അല്ലേ ഇത്രയും കഴിച്ചതിന്. ബൈ 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 ബൈ. ബൈ ബൈ. ഇപ്പോ നമ്മൾ കഴിച്ചതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ലോ കോസ്റ്റ് ആണ്. ചൈനക്കാരെ വെച്ച് നോക്കുമ്പോൾ അവര് കഴിക്കുന്ന ഒരു നേരം കഴിക്കുന്ന ഫുഡിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്.
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചീപ്പാണ് ആക്ച്വലി. ഇവിടെ ചീപ്പായിട്ട് കഴിക്കണേ അങ്ങനെയും കഴിക്കാം, ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ട് കഴിക്കണേ അങ്ങനെയും കഴിക്കാം. വന്നതുകൊണ്ട് ഇവിടുത്തെ ഡിഷ് കഴിക്കാന്നുള്ള ഒരു ഇതാണ്. പക്ഷെ നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. നമ്മൾ കഴിച്ചത് വെയിലാത പറയുമ്പോൾ മീഡിയം ആയിട്ടുള്ള എരിവ്. ആ എരിവ് പോലും നമുക്ക് താങ്ങാൻ പറ്റില്ല. കാരണം ആ എരിവിനോട് കൂടി തന്നെ ഭയങ്കര ചൂടാണ്. ഹോട്ട്പോട്ട് ഇപ്പൊ നമ്മള് 5 വർഷം ചൈന പഠിച്ചപ്പോൾ പല പ്രാവശ്യം കഴിച്ചു. ഇത്രയും എരിവ് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ സാധാരണ സിച്ചുവാനിലാണ് ഇങ്ങനെ എരിവ് പറയാറ്. അതെ, അതാണ് നമ്മുടെ നാട്ടിലെ ഷെജ്വാൻ. നമ്മുടെ സെച്വാൻ നൂഡിൽസ്, സെച്വാൻ ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയുന്നത് സിച്ചുവാൻ ആണ് ആക്ച്വലി. എല്ലാം വെള്ളം ആ എരിവൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നില്ല. അത് നിൽക്കില്ല പെട്ടെന്ന് എരിവ് പോകുന്നുണ്ട്. കാരണം അറിയോ, ഇതിൽ കൂടുതലായിട്ട് ഇവർ ഉപയോഗിക്കുന്ന സാധനം പറഞ്ഞാൽ ഉണങ്ങിയ മുളകില്ലേ, അതിന്റെ കൂടെ നമ്മൾ പറയും നമ്മുടെ നാട്ടിൽ അടിച്ചു കഴിയുമ്പോൾ പ്രത്യേക തരം ഒരു വൃത്തിയായിട്ട ടേസ്റ്റ് വരും. ഒരു തരിപ്പ് എണ്ണയാണ് ചൂടും. പക്ഷെ ഒരിക്കലും ഇത് ചൈനീസ് ഫുഡിനെ കുറ്റം പറച്ചിലല്ല. ഇതില് ടേസ്റ്റ് ഒന്നും പറയാനില്ല. പക്ഷെ ചൂട് കാരണമാണ് ഈ മൊത്തം നീർന്നു. ചൈനീസ് ഫുഡിന്റെ ഫുഡ് മാത്രമേ ഉള്ളൂ. ലോകത്തില് എല്ലാ മനുഷ്യനും കഴിച്ചിരിക്കേണ്ടതാണ്. എത്ര കഴിച്ചാലും ഒരു മനുഷ്യന്റെ ആയുസിൽ കഴിച്ച് തീർക്കാൻ പറ്റില്ല. ഇപ്പൊ സമയം ഏകദേശം 1 മണിയായി. അപ്പം ചൊങ്ചിങ് തെരുവുകളിലൂടെ നമ്മളിങ്ങനെ പാര തെണ്ടി നടക്കുകയാണ്. പക്ഷെ ഇതൊരു വല്ലാത്ത രസമാണ് അല്ലേ? നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൽ കാണാൻ പോകുന്നത് എല്ലാ സിറ്റിയിലും ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ പേര് ജിയാഫങ് ബേ വാക്കിംഗ് സ്ട്രീറ്റ്. അവിടേക്കാണ് നമ്മൾ പോണത്. ഇവിടെയൊക്കെ ഫുൾ ഓണാട്ടോ. കണ്ടാ അങ്ങോട്ടോ. നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. രാത്രി 1 മണിക്കും ബസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഓറഞ്ചിന്റെ വലുപ്പം നോക്ക്. ഇത് ഇവിടെ തന്നെ പറഞ്ഞത് ഇതേ സ്റ്റിറോയിഡ് കയറ്റിയ ഓറഞ്ചോ. ആ 80 യുവാൻ 1/2 കിലോ 80 യുവാൻ. അല്ല 8 യുവാൻ 80 രൂപ നാട്ടിലെ. ഇത് അടുത്ത ഫുഡ് സ്ട്രീറ്റ്. 1 മണിക്കും ഫുഡ് സ്ട്രീറ്റ് നോക്കും. ഇതാണ് ഓരോ നാട്. നമ്മുടെ നാട്ടിലൊക്കെ 11 മണി കഴിഞ്ഞ് അടക്കണം, അല്ലെ പോലീസ് അടപ്പിക്കും. ഈ സാധനം നോക്ക്, ബ്ലൂബെറിയോ. ആ ഇത് നമ്മുടെ ഒരു ഫേവറേറ്റ് ആണ്. ഫ്രൈഡ് റൈസും ഫ്രൈഡ് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുന്ന കടയാണ്. കബാബുകൾ, എല്ലാ തരം കബാബ്സും. ഇതൊക്കെ മുടിഞ്ഞ ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റാ. അപ്പം ഇതാണ് ദിസ് ഹാർട്ട് ഓഫ് വാക്കിംഗ് സ്ട്രീറ്റ്, ജിയാഫങ് ബേ. ഇതേ രാവിലൊക്കെ ഫുള്ള് ആളുകളുള്ള സ്ഥലമാണ്. പക്ഷെ വൃത്തി നോക്കിയപ്പോഴും അതാണ് എല്ലായിടത്തും വേസ്റ്റ് ബിന്നുകളുണ്ട്. പിന്നെ ആരും അങ്ങനെ ലിറ്റർ ചെയ്യൂല. എന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ എത്ര വൃത്തിയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ എത്ര കച്ചറാക്കിയാലും രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതുണ്ടോ ഫുള്ള് വെള്ളം അടിച്ച് ക്ലീനാക്കി. ഇതൊക്കെയാണ് കറപ്ഷൻ ഇല്ലാത്ത ഗവൺമെൻറ്റുകളുടെ ഗുണം. ഇവിടെ കറപ്ഷനൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് ആളുകൾ മാത്രമേ കറപ്റ്റഡ് ആയിട്ടുള്ളൂ. അതായത് മെയിൻ ആളുകളുടെ കയ്യിലാണ് കാശൊക്കെ കറപ്ഷൻ വഴി പോവുള്ളൂ. അതിന് താഴേക്കുള്ള ആൾക്കാർക്കൊന്നും ധൈര്യമില്ല. കറപ്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലും. ഇവിടെ വന്നപ്പോഴേ ഒരു കാഴ്ച കണ്ടതാണ്. ഇത് കണ്ട വണ്ടിയുടെ കാരേജ് ഇവിടെ എന്താ പണി നടക്കണം. കാരേജ് താഴെ കിടക്കണം. ഇനി ഇത് പൊക്കി തിരിച്ച് വണ്ടിയുടെ മുകളിൽ തന്നെ കയറ്റി വെക്കും. സാധനങ്ങളെല്ലാം കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതണ്ടാ ഇവിടുന്ന് ഈ അതെന്താ പാർക്കല്ലോ എടുത്ത് പൊക്കാൻ തിരിച്ച് ഈ വണ്ടിയുടെ ഈ പെട്ടി ഇവിടെ വന്നിട്ട് വരും. ഇവിടെ ഇതൊരു മോന്യൂമെന്റ് ആണ്. ഇവരുടെ ഒരു പോലീസുകാരൻ കാവലിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഇതുണ്ട് ഈ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടോ, എല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സാ. എന്ത് വൃത്തിക്കാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കിയാൽ. ഇതേപോലെ തന്നെ അപ്പുറത്തും ഉണ്ട്. ആൾക്കാരൊക്കെ ഉറങ്ങിണ്ടാവുന്നു. നമ്മള് ഫുഡൊക്കെ കഴിച്ചെങ്കിലും ഇത് നമ്മുടെ ഒരു നൊസ്റ്റാൾജിയാണ്. നമ്മുടെ ഫ്രൈഡ് റൈസ്, ചൈനീസ് ഫ്രൈഡ് റൈസ്. അപ്പം ഇതൊക്കെ ചിക്കനാണ്. ഇതൊക്കെ ചിക്കനാണ്. ആ ചിക്കൻ്റെ കാല്. പിന്നെ ഇതൊക്കെ ബീഫാണ്. പിന്നെ അതിനകത്ത് പന്നിയൊക്കെ കാണും. ഇതൊക്കെ ബീഫാണ്. പിന്നെ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ചിഞ്ചങ്കു. പിന്നെ ഇതാ മഷ്റൂം, മോഗു, കോളിഫ്ലവർ. നല്ല ഒടുക്കത്തെ ടേസ്റ്റാണ്. സാധനങ്ങളൊക്കെ കുറച്ച് കേട്ടോ. എന്തൊക്കെയാണ് സെറ്റാണത്.
കാണുമ്പോ തന്നെ അറിയാം രുചി ഉണ്ടാവുന്നുണ്ട്. അറിയാം. അപ്പം വർഷങ്ങൾക്ക് ശേഷം നമ്മള് ചൗഫാൻ കഴിച്ചു. ചൗഫാൻ എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് ആണ്. ഇതാണ് നമ്മുടെ സ്ഥിരം ഫുഡ്. ഇതിങ്ങനെ ഈ ഓപ്പൺ ആയിട്ടിരുന്ന് കഴിക്കണം, അപ്പോഴാണ് അതിന്റെ രസം. അപ്പോൾ ചൊങ്ചിങ്ങിലെ കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.